ഹായ് ഹലോ എല്ലാവർക്കും ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു മീൻകറിയാണ് വെക്കുന്നത്. അയലക്കറി കേട്ടോ വെക്കുന്നത്. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുന്ന നല്ല അടിപൊളി മീൻകറിയാണേ. അപ്പം നമുക്ക് ആദ്യം എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ആദ്യമേ ഞാൻ മീനെല്ലാം വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ട അരപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും പിന്നെ നമ്മുടെ പിരിയം മുളക് പൊടി ഉണ്ടല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് പിരിയം മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി. നമ്മൾ സാധാരണ മീൻകറിക്കൊക്കെ എടുക്കുന്നതിന് മുളകും മല്ലിയും മഞ്ഞളും അതെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ സത്തും കാര്യങ്ങളൊക്കെ അതിലിറങ്ങുന്നത്. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഒരു 2-3 ഉലുവ, ഒത്തിരി ഇടരുത്, ഉലുവ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. ഇപ്പോൾ 2-3 ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേനും കടുകിടും. ഉലുവ പൊട്ടിയിട്ടേ കടുകിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പം കടുകും കൂടെ ഇട്ടിട്ട് കടുകും പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി ഉണ്ട്, 1/2 കിലോ മീന് 1 തക്കാളി അങ്ങനെയാണ്. അപ്പം നല്ല ഒരു പഴുത്ത തക്കാളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വെന്തൊന്ന് ഉടയുന്ന പരുവം വരെ ഒന്ന് വഴറ്റണേ. ഈ പരുവം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ബാക്കി നമ്മുടെ അരപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ള അരപ്പും കൂടെ ഇടുക. എന്നിട്ട് സാധാരണ നമ്മൾ മൂപ്പിച്ചെടുക്കുന്ന പോലെ മൂപ്പിച്ചെടുക്കുക. ചിലർ ആൾക്കാർ മൂത്ത് പോകുമെന്ന് പേടിയുള്ളവർ ഇതിലേക്കൊരു ശകലം വെള്ളം ഒഴിച്ചൊന്ന് ചാലിച്ചിട്ട് ഈ എണ്ണയിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മൂത്ത് പോകാതെ നമുക്ക് കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പും പുളിയും കൂടി ഇട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുക്കുക. മുളകല്ലാട്ടോ, മീനിട്ട് കൊടുക്കുക. മീനിട്ടതിന് ശേഷം നല്ലോണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അടിപൊളി മീൻകറി എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻകറിയാണ്. ഇപ്പം ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ മീൻകറി മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. നമുക്ക് മൺചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. അടിപൊളി മീൻകറിയാണ് കേട്ടോ. നല്ല കുത്തരി ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ മീൻകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.